കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ഹർത്താൽ തീരദേശത്ത് തുടരുകയാണ്. രാത്രി 12 മണിവരെ ഹർത്താലുണ്ട്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഹാർബറുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇവിടെ ഞങ്ങൾ തോറ്റുപോയാൽ പിന്നെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇല്ല. അതുകൊണ്ട് ഇതിനെ ഏതറ്റം വരെയും ഞങ്ങൾ ശക്തമായി എതിർക്കും. കടലിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്ത് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കാൻ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കൊല്ലത്തിന് തീരമേഖലയിൽ അരങ്ങേറുന്നത്. പ്രധാനപ്പെട്ട ഹാർബറുകളായ നീണ്ടകര, ശക്തികുളങ്ങര, അഴീക്കൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു അവസ്ഥയാകും ഖനനം മൂലം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ഏറ്റവും അധികം മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കൊയിലോൺ ബാങ്ക് അഥവാ കൊല്ലം പാരി എന്നറിയപ്പെടുന്ന വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശം. ആ പ്രദേശത്താണ് മണൽ ഖനനത്തിന് വേണ്ടിയുള്ള ആദ്യ നീക്കമുള്ളത്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഒപ്പം തന്നെ വിവിധ മതസംഘടനകളൊക്കെ തന്നെ ഈ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാരും മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് കൊല്ലം തീരത്തുള്ളത്. ഈ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കരിമണലിന്റെ വലിയ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ്. നിലവിൽ തന്നെ ഖനനം നടക്കുന്നുണ്ട്. അതിനെതിരെ തന്നെ 10,000 ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഖനനം വരുന്നത്. തീരമേഖലയെ വല്ലാണ്ട് രീതിയിൽ ബാധിക്കും. കടൽ കരയിലേക്ക് 100 മീറ്ററോളം കയറുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഈ തോട്ടപ്പള്ളി അമ്പലപ്പുഴ മേഖലയിൽ. കരിമണൽ ഖനനത്തിനും കടൽ മണൽ ഖനനത്തിനുമെതിരെയുള്ള ഹർത്താലാണ് ഇന്ന് നടക്കുന്നത്. ആ ചെളി നീക്കം ചെയ്തിട്ടാണ് ഈ മണൽ ഖനനത്തിന് ഒരുങ്ങുന്നത്. ഈ ചെളിയാണ് ചാകരയുടെ അടിസ്ഥാനം. ഈ ചെളിയിലാണ് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നത്. മത്സ്യസമ്പത്തിനാകെ ചെറു മത്സ്യങ്ങളെ ആകെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഈ ഖനനം മൂലം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു വള്ളം പോലും മീനുമായി ഇവിടെ എത്തിയിട്ടില്ല. ഒരു വണ്ടി പോലും ഇവിടെ നിന്ന് മീനുമായി പുറത്ത് പോയിട്ടില്ല. ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയൊക്കെ വ്യതിയാനം മൂലം തന്നെ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ്. മലബാറിലെ മത്സ്യബന്ധന മേഖലയും പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ചു നിൽക്കുകയാണ്. ബേപ്പൂർ ഹാർബറിലാണ് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം അർദ്ധരാത്രിയോടുകൂടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. കേരള സർക്കാർ കേന്ദ്രത്തിന് കുറ്റം പറയുന്നത് കേരള സർക്കാരിന് മൗനാനുവാദമുണ്ട്. പണിയെടുക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണെടുക്കുന്നത്. പൊതുവെ ഇപ്പൊ തന്നെ നമുക്ക് കേച്ചി മോശമാണ്. അപ്പം ഈ മണൽ ഖനനം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി പണിക്ക് പോകാത്ത നല്ലത്. ഓരെന്ത് പഠനം നടത്തുന്ന കുറച്ച് ആളുകൾ തീരുമാനിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു. ഇത്രയൊക്കെ തന്നെ അല്ലാതെ എന്ത് പഠിക്കണം? മത്സ്യത്തൊഴിലാളിനെ പറ്റിയിട്ട് ഇവിടെ ആരാ എന്താ പഠിച്ചത്? കാലാവസ്ഥ വ്യതിയാനം, ഡീസൽ വിലക്കയറ്റം, ഇതെല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ആകെ പൊറുതിമുട്ടി നിൽക്കുന്ന അവസരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ മണലെടുപ്പിക്കുന്ന ഒരു പദ്ധതി വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ. ജാതിഭേദ വ്യത്യാസമില്ലാതെ മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ ഈ സമരപരിപാടിയെ മുന്നോട്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ സക്ഷമമായി മുന്നോട്ട് പോകാൻ തീരുമാനം. അവരുടെ ഉപജീവന ഭീഷണിയാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള നിരാശയാണ്. അതിലുള്ള പ്രതിഷേധമാണ്. പൂർണ്ണമായും ഹർത്താലിനോട് യോജിച്ചു നിൽക്കുകയാണ്. മലബാറിലെ മേഖലയും മത്സ്യബന്ധനമില്ല. ഒപ്പം തന്നെ മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഈ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. തീരദേശ ഹർത്താൽ അത് വലിയൊരു ജനവികാരമായി രൂപപ്പെട്ട് വന്നതാണ്. പിന്നീട് രാഷ്ട്രീയ പിന്തുണയൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്യുന്നു. ശ്രീ പീറ്റർ മത്യാസ്, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും ശ്രീ AR കണ്ണൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ പീറ്റർ മത്യാസ്, കൊല്ലം മേഖല, കൊല്ലം പാരാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ കേരളത്തിൽ മണൽ ഖനനം, കേരള തീരത്തോട് ചേർന്നുള്ള മണൽ ഖനനം നടത്തുന്നതിന്റെ പകുതിയും കൊല്ലം മേഖലയിലാണ്. കൊല്ലത്തിന്റെ വടക്കും തെക്കും, ഇവിടെ തിരുവനന്തപുരത്തെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ ഏറെക്കുറെ നീണ്ടുകിടക്കുന്ന ആ മേഖലയിലാണ് ഇതിന്റെ പകുതിയും ഖനനം നടക്കാൻ പോകുന്നത്. എത്രത്തോളം വലിയ ആശങ്ക മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, എത്രത്തോളം ജനപിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്? മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു ആശങ്കാജനകമായ ഒരു കാര്യമാണ് നമ്മളുടെ ഈ കടൽ ഖനനം എന്ന് പറയുന്നത്. അതിലേറെ പ്രത്യേകിച്ച് നമ്മളുടെ മത്സ്യബന്ധന മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള മത്സ്യ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരു ഫിഷിംഗ് ബാങ്കാണ് കൊല്ലം ഫിഷിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ കൊല്ലം ഫിഷിംഗ് ബാങ്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഖനനം നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും, ഇന്ത്യയിൽ മൊത്തത്തിൽ ഖനനം നടത്തുമെന്ന് പറയുന്നെങ്കിലും 3 സ്റ്റേറ്റുകളിലാണ് ഇത് ഖനനം നടത്താൻ ആയിട്ട് തീരുമാനിച്ചത്. 3 സ്ഥലത്ത്, അതായത് ഒന്ന് കേരളത്തിലും, മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലും, മറ്റൊന്ന് ഗുജറാത്തിലുമാണ്. അതിൽ കേരളമാണ് ഫസ്റ്റായി പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കൊല്ലം എന്ന് പറയുന്ന കൊല്ലം പരപ്പാണ് ഇവർ ഖനനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൊല്ലം പരപ്പിൻ്റെ പ്രത്യേകത, അല്ലെ കൊല്ലം ഫിഷിംഗ് ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും
മത്സ്യസമൃദ്ധമായ ഒരു ഫിഷിംഗ് ബാങ്കാണ് കൊല്ലം ഫിഷിംഗ് ബാങ്ക്. ഈ കൊല്ലം ഫിഷിംഗ് ബാങ്കിൽ കിട്ടാത്തതായ ഒരുതരം മത്സ്യങ്ങളുമില്ല. നമ്മുടെ അറബിക്കടലിൽ കിട്ടുന്ന മിക്ക മത്സ്യങ്ങളുടെയും ഒരു ഉറവിടമാണ് നമ്മളുടെ ഈ കൊല്ലം ഫിഷിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. അറബിക്കടലിലെ ഏറ്റവും രുചിയേറിയ മത്സ്യം എന്ന് പറയുമ്പോൾ ഈ ചെമ്മീൻ വിഭാഗത്തിലെ മത്സ്യങ്ങൾ, അറബിക്കടലിൽ തന്നെ ഏറ്റവും രുചിയേറിയ മത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ചെമ്മീൻ വിഭാഗത്തിലെ മത്സ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉൾപ്പെടെ വളരെ ശ്രദ്ധേയതാണ്, വിലയേറിയതാണ്, അതിൻ്റെ രുചി വളരെ പ്രസിദ്ധവുമാണ്. അപ്പോൾ ഈ മണലെടുപ്പ് കൊണ്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് നാശമുണ്ടാവുക? ഈ മണലെടുപ്പും ഈ ചെമ്മീനടക്കമുള്ള പ്രധാനപ്പെട്ട മത്സ്യങ്ങളുടെ നിലനിൽപ്പും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? തീർച്ചയായും ഈ ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മളുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇരിക്കുന്ന മത്സ്യമാണ്. ചെമ്മീൻ കടലിൻ്റെ അടിത്തട്ടിലാണ് ഇരിക്കുന്നത്. ഇത് ഈ ചെളിയിലേക്ക് പൊതഞ്ഞാണ് ഇത് ഇരിക്കുകയും അത് അതിൻ്റെ ഭക്ഷണം അതിനകത്തുനിന്ന് കണ്ടെത്തുകയും അതിൻ്റെ ആവാസ വ്യവസ്ഥ ഈ ചെളിയിലേക്കാണ്. അപ്പോൾ ഇവർ ഖനനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ ഉപരിതലത്തിലുള്ള 1.5 മീറ്റർ ചെളി ട്രഡ്ജ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനടിയിലേക്കാണ് ട്രഡ്ജ് ചെയ്ത് വെള്ളമണൽ ഖനനം ചെയ്തെടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 300.25 ദശലക്ഷം ടൺ മണ്ണാണ് ഇങ്ങനെ അവരെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഈ ചെളിയും എക്കലും ഇവർ നീക്കം ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെമ്മീൻ ഉണ്ടാകില്ല. ചെമ്മീൻ ഇരിക്കാനുള്ള ആവാസ വ്യവസ്ഥ അവർ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ട്രഡ്ജിങ്ങിലൂടെ ഈ 1 കിലോ മണലെടുക്കാൻ വേണ്ടി 5 കിലോ മണൽ അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മാത്രമാണ് അത് പ്യൂരിഫൈ ചെയ്തെടുത്തവർക്ക് 1 കിലോ ആക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ട്രഡ്ജിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അടിത്തട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മാറ്റം വരികയാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ ചെമ്മീനായാലും കട്ടിൽ ഫിഷ് ആയാലും സ്ക്വിഡ് ആയാലും ഒക്ടോപ്പസ് ആയാലും നമ്മളുടെ ആഭ്യന്തര വിപണിയിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ മത്സ്യങ്ങളായ നെത്തോലി, അയല, മത്തി, അതുപോലെ തന്നെ ലിസാർഡ് ഫിഷ്, റാണി ഫിഷ്, ഇത്തരത്തിലുള്ള ഈ കുഴവിയാള, കണ്ണൻ കുഴവിയാള, ഇങ്ങനെ വിവിധങ്ങളായ മത്സ്യങ്ങളും ഇതിൻ്റെ എല്ലാം ആവാസ വ്യവസ്ഥയുടെ ഉറവിടമാണ് നമ്മുടെ കൊല്ലം പരപ്പെന്നറിയപ്പെടുന്ന ഈ കൊല്ലം ഫിഷിംഗ് ബാങ്ക്. അവിടെ തന്നെ ഇത് ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് തൊഴിലെടുത്ത്, അതായത് നമ്മുടെ കുളച്ചൽ മുതൽ ഏകദേശം കൊച്ചിക്ക് വടക്കുവര വരുന്ന ഭാഗത്തുനിന്നുള്ള വള്ളങ്ങൾ, പരമ്പരാഗത വള്ളങ്ങളായാലും യന്ത്രവൽകൃത ബോട്ടുകളായാലും ചൂണ്ടവള്ളങ്ങളായാലും ഒക്കെ ഈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മത്സ്യബന്ധന മേഖലയുടെ പകുതിയോളം വരുന്ന മത്സ്യബന്ധന യാനങ്ങളും പകുതിയോളം വരുന്ന മത്സ്യത്തൊഴിലാളികളും ഇവിടെയാണ് മത്സ്യബന്ധനം നടത്തുന്നത്. സമൃദ്ധിയായി ശരിയാണ്. ഏകദേശം ഈ ഖനനവുമായി താരതമ്യം ചെയ്യുമ്പോൾ 750 ദശലക്ഷം ഖനിയടിയോളം മണൽ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ അതിന്റെ പകുതി 302.5 ദശലക്ഷം ഖനയടി മണലും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകാൻ പോകുന്ന ഈ മേഖലയിൽ തന്നെയാണ്. എത്രത്തോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ ചില കണക്കുകളിൽ 18 ലക്ഷത്തോളം പേർ എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ കുളച്ചൽ മുതൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇതുമായി അനുബന്ധമായി ഹാർബറിലും അതിന് പുറത്തും കച്ചവടം ചെയ്യുന്ന ആളുകൾ, ആ സൈക്കിളിൽ എത്രത്തോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് നിങ്ങളുടെ ആശങ്ക? ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മത്സ്യബന്ധന മേഖല ഒരു ബോട്ടാണ്, യന്ത്രവൽകൃത ബോട്ടാണ് കടലിൽ പോകുന്നതെങ്കിൽ അതിൽ 10 മുതൽ 15 തൊഴിലാളികൾ അവരുണ്ടാവും. അവർ നേരിട്ട് പണിയെടുക്കുന്നവർ. അവർ കരയിലേക്ക് വരുമ്പോൾ ഒരു 30-35ഓളം കുടുംബങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു യാനം പ്രവർത്തിക്കുമ്പോൾ 50ഓളം കുടുംബങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അനുബന്ധ മേഖലകൾ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം മത്സ്യബന്ധന മേഖല പ്രവർത്തിച്ചാൽ ഇത് ബോട്ട് കരയിൽ വരുമ്പോൾ ഈ മത്സ്യം വാങ്ങാൻ വരുന്നവരുണ്ട്, ഇത് വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുന്നവരുണ്ട്, ഇത് വണ്ടിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ഇത് പീലിംഗ് തൊഴിലാളികളുണ്ട്, പീലിംഗ് ഷെഡുകളുണ്ട്, എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട്, ഐസ് പ്ലാന്റുകളുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, വല നിർമ്മാണ യൂണിറ്റുകളുണ്ട്, വല റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെയിൻറ് നിർമ്മാണങ്ങളുണ്ട്, ഈവൻ നമ്മുടെ ഫുഡ് മെറ്റീരിയൽ വിൽക്കുന്ന കടകൾ ഉൾപ്പെടെ ഹോട്ടൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇത് മത്സ്യബന്ധന മേഖലയ്ക്ക് ഒരു കോട്ടം സംഭവിച്ചാൽ ഇത് തീർച്ചയായും ഈ മേഖല മൊത്തം നിശ്ചലമാകുന്നു. ഇവരുടെ എല്ലാം തൊഴിലവസരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയും മേഖല ഇന്ന് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി, തൊഴിൽ ദാരിദ്ര്യവും സാമ്പത്തിക ദാരിദ്ര്യവും കൊണ്ട് ഈ മേഖല നമുക്ക് ഇല്ലാതായി പോകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സാമൂഹിക ആഘാത പഠനവും നടത്താതെയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്, നടത്താൻ പോയിരിക്കുന്നത്. ശ്രീ പീറ്റർ മത്തിയാസ്, അങ്ങയിലേക്ക് ഞാൻ വരാം. ശ്രീ AR കണ്ണൻ കൂടി നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാവ്. ശ്രീ AR കണ്ണൻ, ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ ഒരു സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. കേരളത്തിൽ എത്രത്തോളം ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇത് മത്സ്യസമ്പത്തിനെ എങ്ങനെയാണ് ബാധിക്കുക,
അതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം എത്രത്തോളം വലുതാണ്, ഇക്കാര്യത്തിൽ വേണ്ട തരത്തിലുള്ള പാരിസ്ഥിതിക പഠനങ്ങൾ, ആഘാത പഠനങ്ങൾ നടന്നിട്ടില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണ പിന്നാലെ ഈ സമരത്തിന് പിന്തുണയുമായി അവർ എത്തിയെങ്കിൽ പോലും ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക്, മെറിറ്റിലേക്ക് ഒരു പരിശോധന ഇനി സാധ്യമാണോ? അത് നടക്കുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? നിലവിൽ അതില്ല എന്ന് തന്നെയാണ് പറയാൻ നമുക്കിപ്പോൾ കഴിയുന്നത്. കാരണം തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം ഒന്നാകെ വലിയ ആശങ്കയിലാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെയുള്ള വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേവലം മീൻ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമല്ലല്ലോ. മീൻ പിടിക്കുന്ന ആളുകൾ, അനുബന്ധ തൊഴിലാളികൾ, മത്സ്യവിപണനം നടത്തുന്ന ആളുകൾ, എല്ലാവർക്കും അതൊരു വലിയ വിഷയമായി നിൽക്കുന്നു. തീരപ്രദേശത്ത് നടക്കുന്ന എല്ലാ തരം ഖനനങ്ങളെയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എതിർക്കുകയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അതൊരു പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, തീരദേശത്തെ ജനങ്ങളോട് ഈ കാര്യം കൺവേ ചെയ്യാൻ ഒരാളും നാളിതുവരെ തയ്യാറായിട്ടില്ല. ഇതൊരു നിഗൂഢമായ ഒന്നായി പെട്ടെന്ന് പുറപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്. ഈ കൊല്ലം പരപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കൊല്ലം മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഈ പ്രദേശത്ത് ഏകദേശം 80 കിലോമീറ്റർ നീളത്തിലും 40 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്ററോളം താഴ്ചയിലും ഇത് കുഴിക്കുക എന്ന് പറഞ്ഞാൽ അഗാധമായൊരു ഗർത്തമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കടലിനേക്കാൾ വളരെ താഴ്ന്നു നിൽക്കുന്ന, കടൽ നിരപ്പിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. നമ്മൾ ഫ്ലഡ് അടക്കം ഉണ്ടായി വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്ന കാലത്താണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കടൽ മണൽ ഖനനത്തിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രദേശത്തെ ആകെ ഡീപ്പൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നോക്കിക്കാണുന്ന വലിയ ആശങ്ക. നമ്മുടെ തൊഴിൽ പോയി, തൊഴിലിടം പോയി, ജീവിതം പോയി, ജീവൻ പോകുന്ന ഒരു പ്രദേശമാകെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന വലിയ ദുരന്തത്തിലേക്ക് 10 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, ഈ ഒരു സമൂഹത്തെ എന്തേ സർക്കാർ കാണുന്നില്ല? നമ്മൾക്ക് ഭരണാധികാരികൾ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകേണ്ട ആളുകൾ. നമുക്കറിയാമല്ലോ, ഇപ്പം തന്നെ ടണലിൽ എത്ര ആളുകൾ കുടുങ്ങി പോകുമ്പോൾ എത്രയോ ലക്ഷം കോടിക്കണക്കിന് രൂപ മുടക്കി രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മൾ, സൈനികരെ അടക്കം എത്ര ആളുകളെ അവരുടെ ജീവൻ പോലും പണയം വെച്ച് അതിലേക്ക് എടുത്തു ചാടി ആ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ, ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഒരു സർക്കാർ ഒരു പഠനവുമില്ലാതെ ബലി കൊടുക്കാൻ വേണ്ടി. ആർക്കു വേണ്ടിയാണിത്? അപ്പോൾ ഇത് എന്ത് ബോധ്യത്തിലാണ് എന്നുള്ളത് നാളിതുവരെ സർക്കാർ വിശദീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല. നമ്മുടെ മേഖല വലിയ ആശങ്കയിലും ഭീതിജനകമായി നിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ അടിസ്ഥാനത്തിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ വാക്കുകൾ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്കും വലിയ ആഘാതം, വലിയ ഭയാനകമായി നമ്മുടെ ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ ഉണ്ടായിട്ടുള്ള ആ സുനാമിയുടെ നമ്മളുടെ ഇവിടെ ഉണ്ടായ സുനാമി, അവിടെ ഉണ്ടായ സ്ഫോടനം, ഇതെല്ലാം അതിനെ തുടർന്നാണല്ലോ നിരവധിയായ ഇത്തരം മേഖലയിലെ പഠനങ്ങളും ഇതിനെക്കുറിച്ച്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവും വ്യക്തതയും ഉണ്ടാക്കേണ്ടത് സർക്കാരും സർക്കാർ ഏജൻസികളുമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമാണ് ഇത്ര വലിയ ആശങ്കയൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്നത്. അങ്ങനെ ഈ ആശങ്കയുടെ പരിധി എത്രത്തോളം ആകാം, എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിലൊക്കെ അവർ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടതും. ഇപ്പോൾ താങ്കളടക്കം ഈ സമരത്തിന്റെ ഭാഗമായി, മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകി സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഈ മേഖലയിലെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഇതിനകം ഉണ്ടായിട്ടുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഇക്കാര്യത്തിൽ നിങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതിന്റെ ശാസ്ത്രീയത വ്യക്തമാക്കുന്നുണ്ടോ? നിലവിൽ ഒരു ഏജൻസികളും ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്താനോ, മത്സ്യത്തൊഴിലാളി മേഖല എന്ന് മാത്രമല്ലെന്നേ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളെപ്പോലും നമ്മളെല്ലാവരും തീരദേശ ജനതയടക്കം വോട്ട് ചെയ്ത് ജയിപ്പിച്ച പാർലമെൻറ്റ് അംഗങ്ങളടക്കം നമ്മുടെ മേഖലയിലില്ലേ? പാർലമെൻറ്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, നിയമസഭാ സാമാജികരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, മത്സ്യത്തൊഴിലാളി സംഘടനകളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, കർമ്മോന്മുഖ മത്സ്യത്തൊഴിലാളികൾ, ഇവരെ ആരെയും ബോധ്യപ്പെടുത്താതെ, കേരളത്തിൻ്റെ സൈന്യമെന്ന് പോലും നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ടത് അവർക്ക് കടലാഴങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം, തീരദേശ പ്രദേശങ്ങളെക്കുറിച്ച് അറിയാം, അവരെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്താതെ, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വലിയൊരു നിഗൂഢത ഇതിൻ്റെ പിന്നിലുണ്ട്. സാമ്പത്തിക ലാഭം മാത്രം
ലക്ഷ്യമാക്കി ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഭയാനകമായ ഒരു രംഗത്തെ നാം നേരിൽ കാണുകയാണ്. ഇവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത്. അതുകൊണ്ട് കടൽമണൽ ഖനനം തീർച്ചയായും മാറ്റപ്പെടണം. അത് ഒരു കാരണവശാലും സർക്കാർ ആ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും, സാമുദായിക സംഘടനകളും, അവിടെ അധിവസിക്കുന്ന മറ്റുള്ള ആളുകളും എല്ലാവരും ഇതിനോട് തീർത്തും എതിരാണ് എന്നുള്ളതാണ് ഇന്നേ ദിവസം കേരളത്തിൽ ദൃശ്യമാകുന്ന ഈ ഈ ബോട്ടുടമകളുടെ പ്രതിനിധി കൂടിയാണല്ലോ അങ്ങ്. സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഹർത്താലാണ്, 24 മണിക്കൂർ ഹർത്താലാണ്. ഒരുപക്ഷെ തീരദേശത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് ബോധ്യം വന്നിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ വിശദീകരണം ഈ ഏജൻസികളൊക്കെ നൽകേണ്ടതാണ്. സ്വാഭാവികമായും ഈ ഹർത്താലിന്റെ തുടർച്ചയായി എങ്ങനെ മുന്നോട്ട് പോകാനാണ്, എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കാനാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇതിനുശേഷം 12-ാം തീയതി പാർലമെൻറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും, സാമുദായിക സംഘടനകളെയും, പിന്നെ ട്രേഡ് യൂണിയനുകളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിന് മുമ്പിലേക്ക് 12-ാം തീയതി മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമരം ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ 3 ദിവസം മുമ്പ് നമ്മളുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാറ് എറണാകുളത്ത് വന്ന സമയത്ത് ഈ ആശങ്ക അദ്ദേഹത്തെ നമ്മൾ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇതിന് അദ്ദേഹം അന്വേഷിക്കാം, അതിന് വേണ്ടുന്ന നടപടി എടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് അന്ന് നമുക്ക് തന്ന മറുപടി. കാരണം നമുക്ക് ആശങ്കയുണ്ട്, മത്സ്യബന്ധന മേഖലയെ ഇത്തരത്തിൽ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കൊമേഴ്സ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ സാറിന് ഞങ്ങൾ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ധരിപ്പിച്ചപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് അദ്ദേഹം അന്ന് വാക്കാൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ പ്രതിഷേധ സമരങ്ങളും ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാത്രമല്ല, നമുക്കിതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു ആശങ്കയും ഒരു സംശയവും എന്ന് പറയുന്നത്, ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും ഖനനം നടത്തുമെന്ന് പറയുന്നെങ്കിൽ പോലും ഇവരാദ്യം കേരളത്തിൽ കൊല്ലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊല്ലം തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് നമ്മൾ സംശയിക്കുന്നത് ഇവിടുത്തെ ധാതു മണൽ സമ്പത്തിൻ്റെ ആധിക്യം തന്നെയാണെന്ന് നമ്മൾ സംശയിക്കുന്നു. കാരണം ഈ തിരഞ്ഞെടുത്ത ഈ തീരുമാനത്തിൽ അവർ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വെള്ളമണൽ ഖനനം ചെയ്യുന്ന അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ ധാതുക്കൾ ഇതിനകത്ത് പെട്ടാൽ അതിനൊരു ഫീസ് അടച്ച് ആ ഖനനം ചെയ്യുന്നവർക്ക് അത് സ്വന്തമായി ആക്കാം എന്നുള്ള ഇന്ത്യയിൽ 3 സ്ഥലത്താണല്ലോ ഇന്ത്യയിൽ 3 സ്ഥലത്താണല്ലോ ഈ ഖനനത്തിന് വേണ്ടി അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ ഗുജറാത്തിലാണെങ്കിൽ ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡമാനിൽ ധാതുക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ഖനനം. കേരളത്തിൽ മണൽ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്ന കരിമണൽ എന്ന വിഷയത്തിലേക്ക് കൂടി, കരിമണലിലേക്കുള്ള അതിന്റെ ഖനനത്തിലേക്കുള്ള ഒരു തുടക്കം എന്ന ഗൗരവതരമായ സംശയവും ഉണ്ടോ? തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രത്തോളം ഇന്ത്യയിൽ ഏറ്റവും മത്സ്യസമ്പന്നമായ ഒരു ഫിഷിംഗ് ബാങ്ക്, ഇത്രത്തോളം തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു മേഖല, ഇത്രത്തോളം യാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല, കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന, കഴിഞ്ഞ വർഷവും കേരളത്തിൻ്റെ വിഹിതം ഏകദേശം 6000 കോടി രൂപയിൽ ഏകദേശം പകുതിയോളം വരുന്നത് ഈ ഫിഷിംഗ് ബാങ്കിൽ നിന്ന് പിടിച്ച മത്സ്യത്തിൽ നിന്ന് കയറ്റിയച്ച സമ്പത്താണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ പ്രാധാന്യമുള്ള ഇത്തരത്തിൽ വരുന്ന മത്സ്യസമ്പത്ത് ലഭ്യത ലഭിക്കുന്ന ഈ പ്രദേശത്തെ ഒരു കരുതലുമില്ലാതെ, ഒരു സ്റ്റഡിയുമില്ലാതെ ഇത് കുത്തിപ്പൊളിച്ച് ഇവിടെ നിന്ന് മണലെടുക്കാൻ ശ്രമിക്കുന്നതിനകത്തുള്ള ആ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് തീർച്ചയായും ഇത് വെള്ളമണൽ മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ നിഗൂഢമായ മറ്റെന്തോ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടെന്ന് നമ്മൾ ന്യായമായി സംശയിക്കുന്നു. അത്തരം സംശയങ്ങൾക്ക് ശാസ്ത്രീയമായ വിശദീകരണം നൽകേണ്ടതുണ്ട്, പരാതികൾ പരിഹരിക്കേണ്ടതുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. സ്വാഭാവികമായും ഇത്രയും വലിയൊരു പദ്ധതിയാകുമ്പോൾ, ഇത്രയും ആളുകൾ ജോലിയെടുക്കുന്ന മേഖലയാകുമ്പോൾ ഖനനവുമായി അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകൽ എളുപ്പമായിരിക്കില്ല. ഒരു സമവായത്തിലുള്ള സാധ്യത ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഹർത്താൽ പുരോഗമിക്കുന്നു. നന്ദി ശ്രീ പീറ്റർ മത്യാസ്, ഒപ്പം ശ്രീ AR കണ്ണൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. തിരികെ എത്താം.